ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാണ്. സോ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് കമ്പനി എന്നുള്ളത് നോക്കാം. ഓക്കെ, കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ലേ? നമ്മൾ ലീഗലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി മീൻസ് നമ്മുടെ കമ്പനിയും അതിൻ്റെ ഓണേഴ്സും എന്തായിരിക്കും? ഇത് ഓണേഴ്സ് ആണ്. സോ നമ്മുടെ കമ്പനിയും ഓണേഴ്സും എന്തായിരിക്കും? സെപ്പറേറ്റ് ആയിരിക്കും. സോ അതാണ് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത്. ഈ ഓണേഴ്സിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് ബിക്കോസ് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഷെയർസ്, കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കും. ഇൻ സ്മോൾ കമ്പനീസ്, ഈ ചെറിയ കമ്പനീസ് ഉണ്ടല്ലോ, അവിടെ ഈ ഓണേഴ്സ് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ബിസിനസ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ബിസിനസ് മാനേജ് ചെയ്ത് പോകുന്നത് ഓണേഴ്സ് തന്നെയായിരിക്കും. ഇൻ വിച്ച് കേസ്? സ്മോൾ കമ്പനീസിൻ്റെ കേസസിൽ. ഓക്കെ, ഇനി അടുത്ത് ബട്ട് ഇൻ ലാർജ് കമ്പനീസ്. ഇനി വലിയ കമ്പനിയുടെ കാര്യം എടുത്ത് ലാർജ് കമ്പനീസിൽ നമ്മുടെ ഓണേഴ്സിന് പകരം അല്ലെ, നമ്മുടെ ഓണേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ആര് വർക്ക് ചെയ്യും? ഡയറക്ടേഴ്സ്. സോ ഡയറക്ടേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. എന്തിന്? ഷെയർ ഹോൾഡേഴ്സിന് പകരം ആ കമ്പനി നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്, ആ കമ്പനിയിൽ പ്രോപ്പറായിട്ട് റൺ ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ആരെ അപ്പോയിന്റ് ചെയ്യും? ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. വേറൊന്നുമല്ല, സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സും നമുക്ക് അതുപോലെ തന്നെ ഡയറക്ടേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് കാണാൻ വേണ്ടി പറ്റും ഇല്ലേ? സോ അവിടെ ഓണർഷിപ്പും അതുപോലെ തന്നെ കൺട്രോളും തമ്മിൽ എന്തുണ്ട്? സെപ്പറേഷൻ ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ആണ് ആര്? ഓണേഴ്സ്. നമ്മുടെ കമ്പനി ഓൺ ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഷെയർ ഹോൾഡേഴ്സ്. ബട്ട് ഡയറക്ടേഴ്സ് ആരാണ്? ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി കൺട്രോൾ ചെയ്യുന്ന അതുപോലെ തന്നെ മാനേജ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡയറക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഈ ഷെയർ ഹോൾഡേഴ്സ് എന്തേ ചെയ്യുള്ളൂ? ദേ ജസ്റ്റ് ഇൻവെസ്റ്റ് മണി അല്ലേ? അവർ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യും. ദേ ഇൻവെസ്റ്റ് ക്യാഷ്. അവരെന്ത് ചെയ്യില്ല? ഡേ ടു ഡേ ആയിട്ടുള്ള കമ്പനിയുടെ ഓപ്പറേഷൻസിൽ പാർട്ടാവാറില്ല. ബട്ട് ഡയറക്ടേഴ്സ് എന്താണ്? നമ്മുടെ കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുകയും നമ്മുടെ കമ്പനിയിൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതാരാണ്? നമ്മുടെ ഡയറക്ടേഴ്സ് ആണ്. സോ ഇങ്ങനൊരു സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ്. ഓണർ ഇവിടെ ആരാണ്? ഷെയർ ഹോൾഡർ. ആൻഡ് ഇവിടെ ഫുൾ കൺട്രോൾ ഉള്ളത് ആർക്കാണ്? നമ്മുടെ ഡയറക്ടറിന്. സോ ഈ ഒരു സെപ്പറേഷൻ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഒരു ഏജൻസി പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സംടൈംസ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? കോൺഫ്ലിക്റ്റും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഏജൻസി പ്രോബ്ലം ഈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പും കൺട്രോളും കാരണം. ഇനി എന്താണ് ഈ ഏജൻസി പ്രോബ്ലം എന്നുള്ളതൊക്കെ നോക്കാം. ഈ ഏജൻസി പ്രോബ്ലം ഉണ്ടാവുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓണറും അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെയും വോൺസ്, അതായത് ഇവരുടെ രണ്ടുപേരുടെയും വോൺസ് ഡിഫറൻ്റ് ആവുന്ന സമയത്ത്, ഇവരുടെ രണ്ടുപേരുടെയും വോൺസ് ഡിഫറൻ്റ് ആവുന്ന സമയത്താണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഏജൻസി പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ വോൺസ് എന്ന് പറഞ്ഞു ഇവർക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ ഓണറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വേണ്ടത്? ഹയർ പ്രോഫിറ്റ്സ് അതുപോലെ തന്നെ ഡിവിഡൻറ്റും കാര്യങ്ങളുമാണ് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതാണ് ഓണറിൻ്റെ വോൺസ്. ഇനി അടുത്ത് നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ
ഹയർ സാലറി, അതുപോലെ തന്നെ ബോണസ്, അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ബെനിഫിറ്റ് ആയിരിക്കും അല്ലേ? അവർക്കുള്ള ഒരു പേഴ്സണൽ ബെനിഫിറ്റോ അല്ലെങ്കിൽ ഹയർ സാലറി ഓർ ബോണസും കാര്യങ്ങളും ആയിരിക്കും നമ്മുടെ ഡയറക്ടേഴ്സിന്റെ വോൺസ് എന്ന് പറയുന്നത്. സോ ഓണറിന്റെ വോൺസും അതുപോലെ തന്നെ ഡയറക്ടറിന്റെ വോൺസും ഇവിടെ എന്താണ്? ഡിഫറൻ്റ് ആണ്. രണ്ടുപേർക്കും രണ്ട് വോൺസ് ആണ് ഉള്ളത്. സോ ഡിഫറെന്റ് വോൺസ് എന്ത് ചെയ്യുന്നു? ഏജൻസി പ്രോബ്ലം എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഏജൻസി പ്രോബ്ലം എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം, അല്ലെങ്കിൽ ഇതിനെ ഏജൻസി പ്രോബ്ലം എന്ന് വിളിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ്. ഇതൊരു ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പാണ് ഇവിടെ ഉള്ളത്. സോ അതുകൊണ്ടാണ് ഇതിനൊരു ഏജൻസി പ്രോബ്ലം എന്ന് പറയാൻ കാരണം. ഇവിടെ ആരാണ് ഏജന്റ്? ഇവിടെ ഏജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാനേജേഴ്സ്, അതായത് നമ്മുടെ കമ്പനി ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഡയറക്ടർ അവർ നമുക്ക് മാനേജർ എന്ന് വിളിക്കാം. അവരെയാണ് നമ്മൾ ഏജൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പ്രിൻസിപ്പൽ ആരാണ്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ the shareholders are the principals. So shareholder are the principal. They own the company. കമ്പനി ഓൺ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ആൻഡ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ ഡയറക്ടേഴ്സ് ഓർ മാനേജേഴ്സ് ആർ ദ ഏജൻസ്. ദേ ആർ ഹയർഡ് ടു റൺ ദ ബിസിനസ് ഓർ ഹയർഡ് ടു റൺ ദ കമ്പനി ഓൺ ബിഹാഫ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. സോ എന്ത് ചെയ്യണം? നമ്മുടെ ഏജൻസ് ആർക്ക് ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്? നമ്മുടെ പ്രിൻസിപ്പിൾ, നമ്മുടെ ഷെയർ ഹോൾഡറിന് ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഏജന്റ് വർക്ക് ചെയ്യേണ്ടത്. ബട്ട് സംടൈംസ് നമ്മുടെ ഏജന്റ് എന്ത് ചെയ്യും? അവരുടെ സ്വന്തം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യും. സോ ഇങ്ങനെ അവരുടെ ബെനിഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഏജൻസി പ്രോബ്ലം ഉണ്ടാവുന്നത്. സോ അതിനെയാണ് നമ്മുടെ ഏജന്റ് അതുപോലെ തന്നെ നമ്മുടെ ഓണർ അവർ തമ്മിലുള്ള ഇൻട്രസ്റ്റ്, അവർ തമ്മിലുള്ള വോൺസ് എന്താണ്? ഡിഫറൻ്റ് ആണ്. സോ അതൊരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ആ കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ ഏജൻസി പ്രോബ്ലം എന്ന് വിളിക്കുന്നത്. സോ ഇതിനെങ്ങനെയാണ് ഏജൻസി പ്രോബ്ലം എന്ന് പേര് വന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ ഓർ മാനേജറിനെയാണ് ഏജന്റ് എന്ന് വിളിക്കുന്നത്. ഷെയർ ഹോൾഡറിനെയാണ് പ്രിൻസിപ്പൽ എന്ന് വിളിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഇൻട്രസ്റ്റ് ഡിഫറൻ്റ് ആണ്. സോ ഇറ്റ് ക്രിയേറ്റ് കോൺഫ്ലിക്റ്റ്. അതാണ് ഏജൻസി പ്രോബ്ലം. സോ നമ്മൾ പറഞ്ഞു നമ്മുടെ രണ്ടുപേരുടെയും, അതായത് നമ്മുടെ ഷെയർ ഹോൾഡറിൻ്റെയും അതുപോലെ തന്നെ ഡയറക്ടറിൻ്റെയും വോൺസ് ആൻഡ് ഇൻട്രസ്റ്റ് ഡിഫറൻ്റ് ആണ്. സോ ചില സമയത്ത് ഈ നമ്മുടെ ഏജൻസി പ്രോബ്ലം അവിടെ ഉള്ളത് കൊണ്ട് നമ്മുടെ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുമെന്നറിയാവോ? നമ്മുടെ ഡയറക്ടേഴ്സ് നമ്മുടെ എഫ്എസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തിനാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മാനിപ്പുലേറ്റ് ചെയ്ത് കാണിക്കുന്നത്? വേറൊന്നുമില്ല, നമ്മുടെ പെർഫോമൻസ് ബെറ്റർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? എഫ്എസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഡയറക്ടേഴ്സ് എന്തിനാണ് ഈ എഫ്എസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇൻ കേസ് നമ്മുടെ ഡയറക്ടറിന് ആവശ്യം എന്ന് പറയുന്നത് ഒരു ബോണസ് അല്ലെങ്കിൽ പ്രൊമോഷൻ ഒക്കെയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഇപ്പോൾ ബോണസ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നമ്മുടെ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡയറക്ടേഴ്സിന് ബോണസ് കൊടുക്കും. സോ ഈ ബോണസ് എന്താണ്? നമ്മുടെ ഡയറക്ടറിനെ സംബന്ധിച്ചൊരു ബോണ്ടാണ് ഇല്ലേ? സോ ഈ ബോണസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഡയറക്ടർ ചിലപ്പം നമ്മുടെ എഫ്എസിൽ എക്സ്പെൻസ് കുറച്ച് കാണിക്കും.
ഓക്കെ, മനഃപൂർവ്വം നമ്മളെ എഫ്എസ് മാനിപ്പുലേറ്റ് ചെയ്യും, എക്സ്പെൻസ് കുറച്ച് കാണിക്കും. സോ എക്സ്പെൻസ് കുറച്ച് കാണിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും? എക്സ്പെൻസ് കുറയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഫിറ്റ് കൂടും, അല്ലേ? നമ്മുടെ പ്രോഫിറ്റ് കൂടും. സോ ഈ പ്രോഫിറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് ബെറ്റർ ആയില്ലേ? പ്രോഫിറ്റ് കൂടുക, നമ്മുടെ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നാണ് അർത്ഥം. സോ നമ്മുടെ കമ്പനിയിലെ പ്രോഫിറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡയറക്ടറിന് നമ്മൾ ബോണസ് കൊടുക്കും. സോ ഈ ബോണസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ എഫ്എസ് ഇവിടെ എന്താണ് ചെയ്തത്? നമ്മുടെ ഡയറക്ടർ മാനിപ്പുലേറ്റ് ചെയ്തു, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തു, ഇല്ലേ? സോ ഇങ്ങനെ നമ്മുടെ ഡയറക്ടർ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? നമ്മുടെ എഫ്എസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പുള്ളിയുടെ ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ പുള്ളിയുടെ ബോൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെ എഫ്എസ് മാനിപ്പുലേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് സൊല്യൂഷൻ, ആ സൊല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ്, അതുപോലെ തന്നെ ഓഡിറ്റ്. നമ്മളിങ്ങനെ എഫ്എസ് മാനിപ്പുലേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നൊരു സൊല്യൂഷനാണ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ഓഡിറ്റ്. ഇനി എന്താണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളതാണ് നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ടേഴ്സ് റെസ്പോൺസിബിളി ആൻഡ് എത്തിക്കലി, അതായത് എഫ്എസ് മാനിപ്പുലേറ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, നമ്മുടെ ബിസിനസ്സിൽ ഫ്രോഡ് ഒന്നും ചെയ്യുന്നില്ല എന്ന് എൻഷുർ ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് എങ്ങനെയാണ്, അതായത് ഹൗ കോർപ്പറേറ്റ് ഗവേണൻസ് സ്റ്റോപ്പ് ദീസ്, അതായത് ഈ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഇഷ്യൂ എങ്ങനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് വീണ്ടും കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മീനിങ്ങിലോട്ട് അല്ലെങ്കിൽ ഡെഫിനിഷനിലോട്ടൊക്കെ വരാം. സോ നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ് ഇത് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സോ, അതായത് നമ്മുടെ കമ്പനിയിലെ ബോർഡിൽ ആരുണ്ടായിരിക്കും? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇവരുടെ മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ ആക്ഷൻസും കാര്യങ്ങളും, അവർ ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ചെയ്യുന്നത്. സോ ഈ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, ജസ്റ്റ് ID എന്ന് എഴുതുവാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ എംപ്ലോയീസ് ആയിരിക്കില്ല. ഓക്കെ, അവരാരാണ്? എക്സ്റ്റേണൽ, പുറത്തു നിന്നുള്ള ആൾക്കാരാണ്. സോ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അവർക്ക് ഇവിടെ അവരെന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് നമ്മുടെ എഫ്എസ് മാനിപ്പുലേറ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം അതുകൊണ്ട് ഇവർക്കൊരു ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യില്ല? നമ്മുടെ എഫ്എസ് മാനിപ്പുലേറ്റ് ഒന്നും ചെയ്യില്ല. സോ ഇവരെന്താണ്? അൺബയാസ്ഡ് ആണ്. സോ ഇവർ കമ്പനിയുടെ എംപ്ലോയീസ് അല്ല, എക്സ്റ്റേണലി ഉള്ള ആൾക്കാരാണ്. ഇവർ അൺബയാസ്ഡ് ആയിരിക്കും. ഇവരെന്തായിരിക്കും ചെയ്യുന്നത്? നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എത്തിക്കലി ആൻഡ് റെസ്പോൺസിബിളി ആണോ വർക്ക് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യും. സോ എത്തിക്കലി ആൻഡ് റെസ്പോൺസിബിളി മീൻസ് ഫ്രോഡും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഔട്ട്സൈഡ് ഡയറക്ടേഴ്സ് ആണ് ഇവരെന്ത് ചെയ്യുന്നു? ഹു മോണിറ്റർ ആൻഡ് എൻഷുർ ഫെയർനെസ്. സോ അതാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനിയുള്ളത് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്.
എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. ആരാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ? ഇവര് ഫുൾ ടൈം നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇവരെന്താണ്? കമ്പനിയുടെ എംപ്ലോയീസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എംപ്ലോയീസ് ആണ് കമ്പനിയുടെ. ആൻഡ് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ദേ ഇൻവോൾവ് ഇൻ ഡേ ടു ഡേ ഓപ്പറേഷൻസ്. നമ്മുടെ കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവർ. ഫോർ എക്സാമ്പിൾ ആരാണ്? ഈ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതുപോലെ തന്നെ CFO ആൻഡ് നമ്മുടെ കമ്പനിയുടെ MD, മാനേജിംഗ് ഡയറക്ടർ. ഇവരൊക്കെയാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആർ the people who is inside the company, who run the company daily, ഡേ ടു ഡേ ആക്ടിവിറ്റീസും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ. സോ ഇവരാണ് നമ്മളെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഇവർ പ്രോപ്പർലി ആണോ വർക്ക് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. ഓക്കെ. ഇനി നമുക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്പനീസിനും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ കമ്പനീസിനും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉള്ളത് നമുക്ക് പറയാൻ പറ്റും only ബിഗ് ആൻഡ് ലിസ്റ്റഡ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടല്ലോ. സോ only ബിഗ് ആൻഡ് ലിസ്റ്റഡ് കമ്പനീസ്, അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അവർക്ക് മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ. സ്മോൾ കമ്പനീസിനൊന്നും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കില്ല. സോ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ കമ്പനിയിലുള്ള ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതാണ് ഒന്ന്, കോർപ്പറേറ്റ് ഗവേണൻസ് എങ്ങനെ ഈ പ്രോബ്ലം സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളതിലുള്ള ഫസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തത്, രണ്ടാമത്തത്, നമ്മുടെ കമ്പനി എന്ത് ചെയ്യും? ഒരു ഓഡിറ്റ് കമ്മിറ്റീനെ സെറ്റപ്പ് ചെയ്യും, ഒരു ഓഡിറ്റ് കമ്മിറ്റീനെ ഫോം ചെയ്യും. ഓക്കെ. ഇവരെന്താണ് ചെയ്യുന്നത്? ഈ ഓഡിറ്റ് കമ്മിറ്റി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇല്ലേ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ടാണോ പ്രിപ്പയർ ചെയ്തത്, അല്ലെങ്കിൽ അതിലുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് റിവ്യൂ ചെയ്യും. അവർ നമുക്ക് ചെക്ക് ചെയ്യും എന്ന് പറയാം. നമ്മുടെ FS ഒക്കെ പ്രോപ്പർലി ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യും? ഇവർ എൻഷുർ ചെയ്യും ഒരു മാനിപ്പുലേഷനോ ഫ്രോഡോ ഒന്നും നടന്നിട്ടില്ല. ഫ്രോഡ് ഓർ മാനിപ്പുലേഷൻ ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല എന്നുള്ളത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി എൻഷുർ ചെയ്യുന്നു. സോ ഓഡിറ്റ് കമ്മിറ്റി റിവ്യൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് എൻഷുർ ദാറ്റ് നോ മാനിപ്പുലേഷൻ ഓർ ഫ്രോഡ് ഒക്വർ. സോ ഇതാണ് ഓഡിറ്റ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുന്നതിലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ ഏജൻസി പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ മൂന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നു? ക്രിയേറ്റിംഗ് സ്ട്രോങ് ഇന്റേണൽ കൺട്രോൾ. നമ്മുടെ കമ്പനി ഇന്റേണൽ കൺട്രോൾ കൊണ്ടുവരും. ഇന്റേണൽ കൺട്രോൾ എന്താണ്? ഈ ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റൂൾ. നമുക്ക് റൂൾ എന്ന് പറയാം. റൂൾ ആൻഡ് സിസ്റ്റംസ് ഇൻസൈഡ് ദ കമ്പനി. ഇൻസൈഡ് ദ കമ്പനി. സോ നമ്മുടെ കമ്പനിക്ക് ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് റൂൾ ആൻഡ് സിസ്റ്റം ആണ് നമ്മൾ ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഈ ഇന്റേണൽ കൺട്രോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു പ്രിവെൻറ്റ് ഫ്രോഡ് അതുപോലെ തന്നെ നമ്മുടെ FSൽ എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്സ് കളയാൻ വേണ്ടിയിട്ട്,
അതുപോലെ തന്നെ നമ്മുടെ മണി ഓർ അസറ്റിൻ്റെയൊക്കെ മിസ്യൂസ്. ഈ മിസ്യൂസ്, മിസ്റ്റേക്സ്, ഫ്രോഡ് കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനിക്കുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റൂൾ ആൻഡ് സിസ്റ്റം, അതിനെയാണ് നമ്മൾ ഇന്റേണൽ കൺട്രോൾ എന്ന് വിളിക്കുന്നത്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇന്റേണൽ കൺട്രോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇനി ഇൻ കേസ് നമ്മുടെ കമ്പനിയിൽ ഇന്റേണൽ കൺട്രോൾ ഇല്ലാന്ന് വിചാരിക്കുക. നമ്മുടെ ഡയറക്ടേഴ്സിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലേ? നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറ്റും. സോ എഫ് എസ് മാനിപ്പുലേറ്റഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? ഹയർ ചാൻസ് ഓഫ് ഫ്രോഡ് നടക്കാൻ സാധ്യതയുണ്ട്. ഹയർ ചാൻസ് ഓഫ് ഫ്രോഡ് നടക്കാൻ സാധ്യതയുണ്ട്. സോ ഹയർ ചാൻസ് ഓഫ് ഫ്രോഡ് നടക്കുക മീൻസ് അവിടെ ഏജൻസി പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റേണൽ കൺട്രോൾ സെറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഒരു ഇന്റേണൽ കൺട്രോളിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ സ്ട്രോങ് ആയിട്ട്, അതായത് എല്ലായിടത്തും CCTV ക്യാമറ, ഈ CCTV ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്ന് പറയില്ലേ? സോ CCTV ക്യാമറ ഇൻസ്റ്റലേഷൻ അതൊരു തരത്തിലുള്ള ഇന്റേണൽ കൺട്രോളാണ്. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ ക്യാഷ്, ഇൻവെൻട്രി അതൊന്നും തെഫ്റ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതാണ് ഈ CCTV. സോ ഇത് ഒരു തരത്തിലുള്ള ഇന്റേണൽ കൺട്രോളാണ്. ഇങ്ങനെ കുറേ തരത്തിലുള്ള ഇന്റേണൽ കൺട്രോൾ നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരിക്കും. ആൻഡ് ഇനി ഒരു ഫോർത്ത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വി കണ്ടക്ട് എക്സ്റ്റേണൽ ഓഡിറ്റ്. നമ്മൾ എക്സ്റ്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യും. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മുടെ അക്കൗണ്ട്സും ഒക്കെ നോക്കി നമ്മൾ ട്രൂ ആൻഡ് ഫെയർ ആയിട്ടാണോ FS പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി പറ്റും. ഈ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പുറത്തുള്ള ആൾക്കാരായിരിക്കും. സോ അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ ട്രൂ ആയിട്ട് അവർ ബയാസ്ഡ് അല്ല, അവർ അൺബയാസ്ഡ് ആണില്ലേ? സോ നമ്മുടെ FS പ്രോപ്പർ ആണോ ഇല്ലയോ എന്നുള്ളത് ഇവർ പ്രോപ്പർലി തറവിലി എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. സോ ഈ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ്, അതായത് നമ്മുടെ ഈ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റേഴ്സ് നമ്മുടെ FSും കാര്യങ്ങൾ, നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് വരുള്ളൂ? ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. കോൺഫിഡൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ FS ചെക്ക് ചെയ്തിരിക്കണം. ആൻഡ് ഈ ഓഡിറ്റർ എന്ത് ചെയ്യില്ല? ഈ FSൽ സീറോ ഇറേഴ്സ് ആണെന്ന് നമുക്ക് ഗ്യാരണ്ടി ചെയ്യില്ല. നമ്മുടെ FS പക്കാണ്, അവിടെ 1% പോലും തെറ്റില്ല എന്ന് നമ്മുടെ ഓഡിറ്റർ ഗ്യാരണ്ടി ചെയ്യില്ല. അവരെന്ത് മാത്രമേ എൻഷുർ ചെയ്യുള്ളൂ? മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ല എന്ന് എൻഷുർ ചെയ്യും. They ensure that there is no material misstatement. മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നമ്മൾ ഓൾറെഡി മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ FS യൂസ് ചെയ്യുന്ന ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്ന എമൗണ്ട്, അതാണ് മെറ്റീരിയൽ എമൗണ്ട്. സോ അങ്ങനെയുള്ള രീതിക്കുള്ള മിസ്റ്റേക്സും കാര്യങ്ങളും ഒന്നും ഇല്ല, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ല. നമ്മുടെ കമ്പനിയിലെ യൂസേഴ്സിനെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇറേഴ്സും കാര്യങ്ങളും ഇല്ല എന്ന് മാത്രമേ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ ഗ്യാരണ്ടി ചെയ്യുള്ളൂ. ആൻഡ് ഇതാണ് ഫോർത്ത് വൺ, conducting external audit. And the fifth one is holding directors accountable. വേറൊന്നും ഇല്ല, നമ്മുടെ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം? മസ്റ്റായിട്ട് റൂൾസും അതുപോലെ തന്നെ റൂൾസ് ഫോളോ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ ഹോണസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക.
ഓക്കെ, നമ്മുടെ കമ്പനിയിൽ ഹോണസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. നമ്മുടെ കമ്പനിയിൽ പവറോ, അതായത് ആ ഡയറക്ടറിന്റെ പവറോ അല്ലെങ്കിൽ കമ്പനിയുടെ മണിയോ ഒന്നും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, മിസ്യൂസ് ചെയ്യരുത് എന്നാണ് ഈ ഒരു ഹോൾഡിംഗ് ഡയറക്ടേഴ്സ് അക്കൗണ്ടബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കമ്പനിയിൽ ഉള്ള ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം, റൂൾസ് പ്രോപ്പർലി ഫോളോ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയോട് ഹോണസ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ പവർ ആൻഡ് മണി എന്ത് ചെയ്യാൻ പാടില്ല, മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഹോൾഡിംഗ് ഡയറക്ടേഴ്സ് അക്കൗണ്ടബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് നമ്മുടെ കമ്പനിയിലെ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്പനിയോട് ഹോണസ്റ്റ് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പവർ ആൻഡ് മണി മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക, അവരെന്ത് ചെയ്യും, പണിഷ്മെന്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. മേ ബി ലീഗലി ഓർ ഇല്ലീഗലി നമ്മുടെ കമ്പനിയിൽ ആ ഡയറക്ടേഴ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉള്ള സാഹചര്യം തന്നെ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. സോ ഈ ഒരു 5 സ്റ്റെപ്സ് അല്ലെങ്കിൽ ഈ ഒരു 5 കാര്യങ്ങൾ, ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്, സെറ്റപ്പ് ആൻ ഓഡിറ്റ് കമ്മിറ്റി, ക്രിയേറ്റിംഗ് സ്ട്രോങ് ഇന്റേണൽ കൺട്രോൾ, കണ്ടക്ടിങ് എക്സ്റ്റേണൽ ഓഡിറ്റ്, ഹോൾഡിംഗ് ഡയറക്ടേഴ്സ് അക്കൗണ്ടബിൾ, ഈ 5 കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഇതുപോലെ അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ് നമ്മുടെ ഏജൻസി പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏജൻസി പ്രോബ്ലം ഉണ്ടാവാതെ നോക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അതാണ് നോക്കിയത്. വീണ്ടും നമുക്ക് ഈ കോർപ്പറേറ്റ് ഗവേണൻസിനകത്തോട്ട് തന്നെ വരാം, അതായത് ഇതിന്റെ മീനിങ്ങിലോട്ട് വരാം. നമ്മുടെ കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ഉണ്ട്, നമ്മുടെ കമ്പനിയിൽ കുറേ റൂൾസും കാര്യങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ഓഡിറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഇതെല്ലാം കൂടെ, ഓക്കെ, ഓൾ ഓഫ് ദീസ് ടുഗെദർ, ഇതെല്ലാം കൂടെ ചേർത്ത് അല്ലെങ്കിൽ ഇതിനെല്ലാം കൂടെ ചേർത്ത് നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് എ സിസ്റ്റം, ഇതൊരു സിസ്റ്റമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇതുപോലത്തെ സിസ്റ്റം, ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നു, നമ്മുടെ കമ്പനി എങ്ങനെ പ്രോപ്പർലി റൺ ചെയ്യുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. സോ അതിനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ത് ചെയ്യുന്നു, ദ കമ്പനീസ് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രൊവൈഡ്സ് എ സിസ്റ്റം. നമ്മുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസ് ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് റൂൾസ് ഉണ്ട്, പീപ്പിൾ ഉണ്ട്, പ്രോസസ് ഉണ്ട്, ടു റൺ ദ കമ്പനി പ്രോപ്പർലി, നമ്മുടെ കമ്പനി പ്രോപ്പർലി റൺ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം, നമ്മുടെ കമ്പനി ക്രിയേറ്റ് ചെയ്ത സിസ്റ്റം, അതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ദ സിസ്റ്റം ബൈ വിച്ച് കമ്പനി ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്, കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള സിസ്റ്റം, അതാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് എൻഷുർ കമ്പനീസ് ഓപ്പറേറ്റ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ് എൻഷുർ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ എന്നും കോർപ്പറേറ്റ് ഗവേണൻസ് എൻഷുർ ചെയ്യുന്നു. ആൻഡ് നമ്മുടെ കമ്പനി ട്രാൻസ്പാരൻ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അതായത് ഉള്ളതുപോലെ ആണോ എഫ്എസിലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ത് ചെയ്യുന്നത്, എൻഷുർ ചെയ്യുന്നത്. സോ ദ സിസ്റ്റം, rule plus people plus process by which company are directed and controlled is corporate governance. Corporate governance ensures companies operate in the interest of shareholders with responsibility towards society and with transparency. ഇനി നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പേർപ്പസ് അല്ലെങ്കിൽ ഇതിൻ്റെ നീഡ്, അതായത് ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ നീഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോർപ്പറേറ്റ് ഗവേണൻസ് ഹെൽപ്പ് ചെയ്യും
എന്തിനൊക്കെ? അതായത് നമ്മുടെ കമ്പനിയുടെ റിസോഴ്സസ് നമ്മുടെ കമ്പനിയുടെ റിസോഴ്സസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? കമ്പനിയുടെ റിസോഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ളതുകൊണ്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അങ്ങനെ നമുക്ക് ഒരു പേർപ്പസ് ഉണ്ട്. രണ്ടാമത്തേത് നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസും അക്കൗണ്ടബിലിറ്റി. പെർഫോമൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സുമായിട്ടുള്ള വാല്യൂ ഉണ്ടല്ലോ, ആ ഒരു വാല്യൂ നമുക്ക് ലോങ് ടേമിലേക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ലോങ് ടേമിലേക്ക് നമുക്ക് ഷെയർ ഹോൾഡേഴ്സുമായിട്ടുള്ള വാല്യൂ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താണ്? നമ്മുടെ എഫേർട്സ് പ്രോപ്പർ ആണ്. നമ്മുടെ എഫേർട്സ് ആരും മാനിപ്പുലേറ്റ് ചെയ്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് നമ്മുടെ മേലെ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും. സോ നമ്മളുമായിട്ട് ഒരു ലോങ് ടേം ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യും. സോ അതാണ് ഈ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് ട്രൂ ആൻഡ് ഫെയർ രീതിക്കാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എന്തുണ്ടാവും? നമുക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാം ഒരേ സംഭവമാണ്. എഫേർട്സ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല. സോ അതുവഴി ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുള്ള പർപ്പസ് അല്ലെങ്കിൽ നീഡ് എന്ന് കോർപ്പറേറ്റ് ഗവേണൻസ് ഒരു ഷോർട്ടാക്കി പറഞ്ഞാൽ അതിൻ്റെ പർപ്പസ് ഷോർട്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കോർപ്പറേറ്റ് ഗവേണൻസ് എൻഷുവേഴ്സ് ദാറ്റ് കമ്പനി ഡു ദ റൈറ്റ് തിങ്. നമ്മുടെ കമ്പനി റൈറ്റ് തിങ് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത് എന്ന് എൻഷുർ ചെയ്യും. ആര്? കമ്പനി. അതാണ് എന്ത്? നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പേർപ്പസ്. ഇനി കോർപ്പറേറ്റ് ഗവേണൻസ് ഒക്കെ പറഞ്ഞു. ഇനി നമ്മുടെ ഡയറക്ടേഴ്സിന് കുറച്ച് ഡ്യൂട്ടി ഉണ്ട്. നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ഡയറക്ടേഴ്സ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. സോ ഡയറക്ടേഴ്സ് ഡ്യൂട്ടീസും കൂടെ നോക്കാം എന്താണെന്നുള്ളത്. സോ ഡയറക്ടേഴ്സ് മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത്. ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ആക്ട് ഹോണസ്റ്റ്ലി. നമ്മുടെ ഡയറക്ടേഴ്സ് ഓണസ്റ്റ് ആയിട്ടാണ്, റെസ്പോൺസിബിൾ ആണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കമ്പനിയുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ഇൻട്രസ്റ്റ്, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്താണ്? നമ്മുടെ ഡയറക്ടറിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ അവോയ്ഡ് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഏജൻസി പ്രോബ്ലം പോലത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്റേണൽ കൺട്രോളും മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് എഫ്എസ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ എഫ്എസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. നമ്മുടെ ആനുവൽ റിപ്പോർട്ട്സും കാര്യങ്ങളും ഓൺ ടൈം എന്ത് ചെയ്യണം? പബ്ലിഷ് ചെയ്യണം. സോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഡയറക്ടറിൻ്റെ ഡ്യൂട്ടീസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ഡയറക്ടേഴ്സ് മസ്റ്റ് ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത്, അവോയ്ഡ് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്, മെയിൻറ്റെയിൻ ഇന്റേണൽ കൺട്രോൾസ്, കീപ് പ്രോപ്പർ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്,
prepare true and fair FS financial statements, publish annual reports on time. ഇൻ കേസ് നമ്മുടെ ഡയറക്ടർ ഈ ഇത്രയും ഡ്യൂട്ടീസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, പ്രോപ്പർലി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സിവിൽ ഓർ ക്രിമിനൽ പെനാൽറ്റീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. സോ ഇതൊക്കെയാണ് ഡയറക്ടേഴ്സ് ഡ്യൂട്ടി. ഡയറക്ടേഴ്സ് ഈ വക കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, സോ നമുക്കിതൊന്ന് സമപ്പ് ചെയ്യാം. കമ്പനീസിൽ എന്തുണ്ട്? സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഉണ്ട്. ഇത് ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യും. സോ ഈ കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനൊരു സൊല്യൂഷനായിട്ട് നമുക്ക് എന്തുണ്ട്? കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ഓഡിറ്റ് ഉണ്ട്. ഈ 2 സാധനങ്ങൾ ഉള്ളതുകൊണ്ട്, അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രോപ്പർ ഓഡിറ്റും ഉള്ളത് കൊണ്ട് നമുക്ക് ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ആൻഡ് ഗുഡ് ഗവേണൻസ് ലീഡ്സ് ടു ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ബെറ്റർ പെർഫോമൻസ് എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ഇതാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇതുവരെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ എബൌട്ടിൽ ഒരു ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസിൻ്റെ ഒക്കെ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ.